ഇന്ത്യൻ ആർമിയുടെ ഒരു ഡ്രൈവറായി ഇൻഡോ പാക് യുദ്ധത്തിലും ഇൻഡോ ചൈനീസ് യുദ്ധത്തിലും പങ്കെടുത്ത ഒരു ധീര ജവാനാണ് ഖിസാൻ അണ്ണ ഹസാരെ. അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ വേണ്ടത്ര ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയാതെ പോയി? എവിടെയാണ് അദ്ദേഹത്തിന്റെ സമര പരിപാടിയിൽ കോട്ടം തട്ടിയത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സമര പരിപാടികൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങളും ജനഹൃദയങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇതിന്റെ നഗ്ന സത്യം. അണ്ണാ ഹസാരെയുടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച പ്രവർത്തന ശൈലി ശരിയായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികൾ അഴിമതി നടത്തുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും അവകാശമാണ്, ചുമതലയാണ്. ആ അവകാശം ഉപയോഗിക്കുക മാത്രമാണ് അണ്ണാ ഹസാരെ ചെയ്തത് എന്നത് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ അവകാശം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടി അദ്ദേഹം നിർവഹിക്കേണ്ടതായിരുന്നു. ഭരണഘടനാപരമായ രീതിയിലായിരിക്കേണ്ടിയിരുന്നു ആ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജനറൽ ലോക്പാൽ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ജൻ ലോക്പാൽ ബില്ല് എന്ന് പറയുന്നത് അണ്ണാ ഹസാരെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും രൂപീകരിച്ച ഒരു നിയമമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ബില്ലാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം നിർമ്മിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും പാർലമെൻറ്റിനോ സംസ്ഥാന നിയമസഭകൾക്കോ ആണ്. പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ അതിനൊരു നടപടിക്രമമുണ്ട്, ഒരു ചട്ടങ്ങളുണ്ട്, പോളിസി. ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചാണ് എപ്പോഴും നിയമം ഉണ്ടാക്കുക. അത് ഏത് സംസ്ഥാനത്തായാലും പാർലമെൻറ്റിലായിരുന്നാലും ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കനുസൃതമായിട്ടുള്ള നിയമങ്ങളായിരിക്കും ഉണ്ടാക്കുക. അതേക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരം പാർലമെൻറ്റിലുണ്ട്. പാർലമെൻറ്റ് അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ചിലപ്പോൾ തീരുമാനമെടുക്കാം, പൊതുജനാഭിപ്രായം രൂപീകരിക്കണം എന്ന തീരുമാനമെടുക്കാം. അങ്ങനെയുള്ളപ്പോൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബില്ല് പൊതു ചർച്ചയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ആ പൊതുചർച്ചയുടെ അവസരത്തിൽ സമൂഹത്തിലെ ആർക്കും ആ ബില്ലിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ട്, അവസരമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ബില്ലിനെ സംബന്ധിച്ച്, ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളെ സംബന്ധിച്ച്, നിബന്ധനകളെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരമുണ്ട്. മറിച്ച് അണ്ണാ ഹസാരെയും അദ്ദേഹത്തോടൊപ്പമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവരൊരു ബില്ല് കൊണ്ടുവരും, ആ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി നിയമമാക്കണമെന്നാണ്. അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്, അത് സാധ്യമല്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ, അത് ഏത് രാജ്യത്തായിരുന്നാലും ആ രാജ്യത്തെ നിയമ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അണ്ണാ ഹസാരെയുടെ സമരശൈലി അല്ലെങ്കിൽ പ്രവർത്തന രീതി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന വിഷയം തികച്ചും കാലികമാണ്, പ്രസക്തമാണ്. ഇന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടക്കുന്ന വിവിധ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ഭരണഘടനാപരമായ ഒരു സംവിധാനത്തിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ആദ്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല അഴിമതി കഥകളും അല്ലെങ്കിൽ അഴിമതികളും പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ നേരിടുവാൻ കഴിയണം. ആ അഴിമതി തീർച്ചയായും നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. അത് അനുവദിക്കാൻ പാടില്ല. അതിനെതിരെ പൊതുജനാഭിപ്രായം ഉയരണം. അത് അനുസരിച്ച് ഭരണാധികാരികൾ അഴിമതിക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനും തയ്യാറാണ്. അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച്, അതായത് ഗവൺമെൻറ്റിൻ്റെ ബൈലോസ് അനുസരിച്ചും അതിൻ്റെ നിയമാവലി അനുസരിച്ചും ഈ അണ്ണാ ഹസാരെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുവാണെങ്കിൽ വമ്പിച്ച ജനസമ്മതം നേടുമെന്നാണ് മിസ്റ്റർ തോമസ് ചാഴികാടൻ MLA പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഭരണഘടനാനുസൃതമായ ഒരു നടപടിയിലേക്ക് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളെ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും
പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഭരണഘടനാനുസൃതമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസിയും ബൈലോ അനുസരിച്ചുള്ള ഒരു ബൈലോ എന്ന് നമുക്ക് പറയാനൊക്കെയില്ല. ഇന്ത്യൻ ഭരണഘടന ആണ് ഇന്ത്യയുടെ അടിസ്ഥാന ബൈബിൾ അല്ലെങ്കിൽ നിയമം. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു രാജ്യത്തിന് പോകാനൊക്കെയില്ല. അത് ഇന്ത്യയുടേതായാലും മറ്റേതൊരു രാജ്യത്തിൻ്റെതായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഭരണഘടനയിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിനുള്ള അവസരം കൊടുക്കുകയും ചെയ്യണം. അതിന് പകരം ആ സംവിധാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സംവിധാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു തരത്തിൽ ഏതെങ്കിലും വ്യക്തി ഇപ്പോൾ അണ്ണാ ഹസാരെ ഒന്ന് പറഞ്ഞുവെങ്കിൽ നാളെ വേറൊരാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ ഒരു കയോസ് ആയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. രാജ്യത്ത് ആകെ കാര്യങ്ങൾ തകിടം മറിയുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയല്ലല്ലോ വേണ്ടത്. തെറ്റ് ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും നിയതമായ രീതിയിൽ, നിയമപരമായ രീതിയിൽ, ഭരണഘടനാനുസൃതമായ രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യണം. അതാണ് അണ്ണാ ഹസാരെ ചെയ്യേണ്ടത് എന്നാണ് അഭിപ്രായം പറഞ്ഞത്. അണ്ണാ ഹസാരെ നടത്തിയ അദ്ദേഹം നടത്തിയ രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം ഈ ആരെയൊക്കെ സംരക്ഷിക്കാനും നടത്തിയ തീരുമാനത്തോട് നമുക്ക് ഒരു ഇതുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രീകോവിലാണ് പാർലമെൻറ്റ്. അതുപോലെ ജുഡീഷ്യറി. പാർലമെൻറ്റും ജുഡീഷ്യറിയും ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാര സഭയാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു നിയമം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനെ അംഗീകരിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇതെല്ലാവരും അതിൻ്റെ അകത്ത് കറപ്ഷൻ ആര് നടത്തിയാലും അവനെ അഴിക്കുള്ളിലാകണം, അവനെ പിടിക്കണം. അതിനുള്ള ശക്തമായ നിയമം ഉണ്ടാവണം. രണ്ടാം മഹാത്മാഗാന്ധി ആകാനാണോ അണ്ണാ ഹസാരെ അത്തരൊരു പരിപാടി നടത്തിയത് എന്നാണ് ഞങ്ങൾക്ക് സംശയം. കംപ്ലീറ്റ്ലി കറപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് നല്ലതാണ്. ശ്രമിക്കുന്നത് കറപ്ഷൻ മൂവ്മെൻറ്റ് നല്ലൊരു മോട്ടീവുള്ള മൂവ്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നത് അൺപ്രാക്ടിക്കൽ ഒരു മൂവ്മെൻറ്റാണെന്ന് തോന്നുന്നത്. കറപ്ഷൻ മൂവ്മെൻറ്റ്സ് സത്യം പറഞ്ഞാൽ തുടങ്ങിയ കാലത്താണെങ്കിൽ ഞാനും അണ്ണാ ഹസാരെയുടെ ഒരു സപ്പോർട്ടറായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നോക്കുമ്പോൾ പുള്ളി കൂടുതലായിട്ട് ഗവൺമെൻറ്റിനെ അങ്ങോട്ട് പുള്ളിയുടെ വരുതിയിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ എഫിഷ്യൻസി, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഇന്നെഫിഷ്യൻസിയാണ് കാണിക്കുന്നത് അവിടെ. നമ്മൾ ഇപ്പോൾ ഒരു ഏത് ഓഫീസിൽ പോയി ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നോക്കിയാലും നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ ചെയ്തു തീർക്കാനാണ് നമ്മൾ നോക്കത്തുള്ളൂ. അതിനവർ ഒരു 100 rupees അവർ 1000 rupees അവർ ആവശ്യപ്പെടുവാണെങ്കിൽ പോലും നമ്മൾ കൊടുത്ത് നമ്മുടെ കാര്യം അതിൽ തീർക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് അതൊരു പ്രാക്ടിക്കൽ ഒരു മൂവ്മെൻ്റ് അല്ല. വരാൻ വലിയൊരു കാരണമെന്ന് പറയുന്നത് ഈ കോയിലേഷൻ ഗവൺമെൻറ്റാണ്. ഒരു സിംഗിൾ പാർട്ടി റൂൾ വരുവാണെങ്കിൽ ഇത് ഒത്തിരി കുറയും. ഇപ്പം കോൺഗ്രസിനെക്കൊണ്ട് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടിയുടെ സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൂൾ പോകും. ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കാൻ എല്ലാവർക്കും ഒരു മനോഭാവമുണ്ട്. സ്വന്തം കാര്യം നേടണം എന്നുള്ള ആ മനോഭാവം കാരണം തന്നെ അവർ ചോദിക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ തന്നേക്കാം. അങ്ങനെ ചിന്തിക്കാതെ എന്തുകൊണ്ട് നിങ്ങളത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല എന്നാരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതും കറപ്ഷന് കാരണമുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി കറപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് നല്ലതാണ്. ശ്രമിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഏതെങ്കിലും ഓഫീസിൽ പോയാൽ അവരും കാശ് കൊടുക്കാൻ താല്പര്യപ്പെടും. ബിക്കോസ് എല്ലാവർക്കും അവരുടെ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തീർന്നു കിട്ടണം. സമയമില്ല. അങ്ങനെ ഒരു ഇരിക്കുമ്പം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പ്രാക്ടിക്കൽ. അല്ല, അണ്ണാ ഹസാരെയുടെ കൂട്ടത്തിലുള്ളവർ പറയുന്നത് അണ്ണാ ഹസാരെ എന്നാൽ ഇന്ത്യ എന്നാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഗാന്ധിയുടെ ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമരം ഒരാളുടെ ഒരു തട്ടകമായി മാറാൻ പാടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പല ആൾക്കാരുടെയും തട്ടകമായി മാറി എന്ന് ഒരു ശ്രുതിയും നമുക്ക് ആ പ്രവർത്തനത്തിൽ ഒരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ടീം ഉണ്ടാക്കി ആ ടീമിൻ്റെ ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് അതിനകത്ത് പ്രശ്നം വന്നത്. അദ്ദേഹം ഒരിക്കലും മഹാത്മാഗാന്ധി എന്നുള്ളത് ഒരു ഗാന്ധിയൻ, മഹാത്മാഗാന്ധിയുടെ ഒരു അനുയായിയാണ് സത്യത്തിൽ. അദ്ദേഹത്തിൻ്റെ ഐഡിയയും ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ അത് ചെയ്യേണ്ട രീതി ഈ പറഞ്ഞ പോലെ റോജാൻ പറഞ്ഞ പോലെ ശകലം ഒരു ആൾക്കാരുടെ മാനസികമായിട്ട് ചെറിയൊരു ഇതുണ്ടാകുന്ന രീതിയിലായിരുന്നു അത് വന്നതല്ലേ. ഇപ്പം 100 കണക്കിന് ആൾക്കാർ അത് ചെയ്യാൻ പറ്റുന്നവരുണ്ട്.
ശരിക്കും അതൊരു രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഒരു ലൈനിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാനായിട്ട് ഒത്തിരി പേർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്ത കാര്യങ്ങൾ നല്ലതെന്നല്ല പറയുന്നത്, നല്ലത് തന്നെ. ഭരണഘടനാനുസൃതമായ ഒരു നടപടിയിലേക്ക് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളെ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഭരണഘടനാനുസൃതമല്ല എന്നതുകൊണ്ട് തന്നെയാണ്.